ഇന്ന് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നാണ് മെയിൻലി പറയാൻ പോകുന്നത്. അപ്പോൾ ആ ടൈപ്സിൽ നമ്മൾ സീരിയൽ ഇൻ സീരിയൽ ഔട്ടും അതുപോലെ തന്നെ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിനെ കുറിച്ചും ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ബൈനറി സിംഗിൾ ബിറ്റ് അല്ലെങ്കിൽ ബൈനറി ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? മൾട്ടിപ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു n ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമുണ്ട്. കാരണം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ബിറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ n ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമുണ്ട്. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ഡിവൈസ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഒരു സീരീസായി കണക്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇൻഫോർമേഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷനെ നമുക്ക് പൊസിഷൻ വൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ പൊസിഷൻ വൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും നമ്മുടെ നോർമൽ രജിസ്റ്റേഴ്സ് പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സീരീസായി കണക്ട് ചെയ്ത ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ തന്നെയാണ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ബിറ്റ്സിനെ പൊസിഷൻ വൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ രജിസ്റ്ററിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും നമുക്ക് ബിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു n ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവണേ? n ഫ്ലിപ്പ് ഫ്ലോപ്സ് സീരീസായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ n ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓരോ ബിറ്റ് സ്റ്റോർ ചെയ്യും. ഇനി ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് ബേസ് ചെയ്ത് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഷിഫ്റ്റ് ലെഫ്റ്റ് രജിസ്റ്റർ, ആ പേരിലുള്ളത് പോലെ തന്നെ ഇവിടെ ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്സ് ഒക്കെ ലെഫ്റ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഷിഫ്റ്റ് റൈറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റ് രജിസ്റ്റർ ബിറ്റ്സിന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ രണ്ട് ഡയറക്ഷനിലും നമുക്ക് ബിറ്റ്സിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നതും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നാലായി ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നു, എങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു, അതിൻ്റെ ബേസിസിൽ നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്ററിനെ നാലായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഇൻ പാരലൽ ഔട്ട്, മൂന്നാമത്തത് പാരലൽ ഇൻ സീരിയൽ ഔട്ട്, 4 പാരലൽ ഇൻ പാരലൽ ഔട്ട്. ആ പേര് തന്നെയുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ സീരിയലായിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യും, സീരിയലായിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഡാറ്റ സീരിയലായിട്ട് ഇൻപുട്ട് വരുന്നു, പാരലായിട്ട് ഒരു അറ്റ് എ ടൈം നമുക്ക് എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. ഇനി തേർഡ് കേസ് നമ്മൾ പാരലൽ ഇൻപുട്ടാണ്. നമ്മുടെ വേണ്ട ഇൻഫോർമേഷൻ നമ്മൾ ഒരു സിംഗിൾ ഇതിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. പാരലായിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അതുപോലെ തന്നെ 1 by 1 ആയിട്ടാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. നമ്മൾ ഒരു അറ്റ് എ ടൈം നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അറ്റ് എ ടൈം നമുക്ക് എന്തും കിട്ടുന്നു, ഔട്ട്പുട്ടും കിട്ടുന്നു. അതാണ് പാരലൽ പാരലൽ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഇതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു രജിസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ ഫിഗറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നിങ്ങൾ മെയിൻലി എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു 4 ബിറ്റ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്ര ബിറ്റാണോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുന്നത് അത്രയും എന്ത് വേണം? ഫ്ലിപ്പ് ഫ്ലോപ്സ് എണ്ണം വേണം. അപ്പോൾ 3 ബിറ്റ് ആയിരുന്നെങ്കിൽ 3 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പേ ആവശ്യമായിട്ടുള്ളൂ. കാരണം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് ഓരോ ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ 4 ബിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡേറ്റ ഈസ് എൻറ്റേർഡ് ആൻഡ് റിട്രീവ്ഡ് ഇൻ എ സീരിയൽ ഫാഷൻ വിത്ത് ക്ലോക്ക്. അപ്പോൾ നമുക്ക് സീരിയലായിട്ടാണ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സീരിയലായിട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതായത് ഓരോ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഡാറ്റ ഇന്നും വരുന്നത്, അതേപോലെ ഡാറ്റ ഔട്ടിലും കിട്ടുന്നത്. ഇവിടെ XI എന്ന് പറയുന്നത് ഇൻപുട്ടും Y0 എന്ന് പറയുന്നത് ഔട്ട്പുട്ടുമാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSB എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സപ്പോസ് 0110111 എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം LSB ആയി 1 വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇവിടെ റൈസിങ് എഡ്ജ്, ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിലാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എത്ര ക്ലോക്ക് പൾസാണ്
നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ എൻ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ആ ഡാറ്റയുടെ സൈസ് അല്ലെങ്കിൽ സൈസ് ഓഫ് രജിസ്റ്റർ. ഇപ്പോൾ സപ്പോസ് ഒരു 4-bit ഇൻഫോർമേഷനാണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു 4-bit രജിസ്റ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ 4 ക്ലോക്ക് പൾസ് ആവശ്യമുണ്ട് ഈ 4-bitനെ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത് ഈ ഔട്ട്പുട്ട് വഴിയാണ്. സപ്പോസ് നമ്മൾ ഇവിടെ 0, 1, 1 എന്നൊരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 0, 1, 1, 1. ഇപ്പോൾ ആദ്യം നമ്മുടെ LSB ആയ 1 ഇവിടെ കൊടുക്കുന്നു. ഇത് ഈ ഫസ്റ്റ് ക്ലോക്ക് പൾസിൻ്റെ റൈസിങ് എഡ്ജിൽ ആ ഇൻപുട്ട് ഇവിടെ വരും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് Q4 ആണത്. Q4 0, Q3 0, Q2 0, Q1 0. ഇവിടെ 1 എന്ന വാല്യൂ കൊടുക്കുന്നു. ഫസ്റ്റ് ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിൽ ഇത് ഇവിടെ വരുന്നു. അപ്പോൾ ആഫ്റ്റർ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 1, 0, 0, 0 ആണ്. ഇനി രണ്ടാമത്തെ ക്ലോക്ക് പൾസ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ 0, 1, 1, 1 ആയിരുന്നു. അപ്പോൾ ഒരു 1 വന്നു. രണ്ടാമത്തെ 1 ഇൻപുട്ടായി പോകുന്നു സെക്കൻഡ് ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിൽ. അപ്പോൾ ഇവിടെ 1 എന്ന് വരും. ഇവിടെ ഉണ്ടായ 1 ഇവിടത്തേക്ക് പോകും. ഇവിടെ ഉണ്ടായ 0 ഇങ്ങോട്ട് വരും. ഈ 0 ഇങ്ങോട്ടും വരും. അപ്പോൾ 1, 1, 0, 0 എന്ന രീതിയിൽ മാറും. ഇനി എഗെയിൻ തേർഡ് ക്ലോക്ക് പൾസിൽ നമ്മുടെ അടുത്ത 1 ഇൻപുട്ട് ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിൽ ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ Q1 1 ആയി. ഇവിടെ ഉണ്ടായ 1 ഇങ്ങോട്ട് വന്നു. Q2 ഇവിടെ 1 ആയി. ഇവിടെ ഓൾറെഡി നേരത്തെ മുന്നത്തെ സ്റ്റേജിൽ ഉണ്ടായ 1 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെയും 1 ഇവിടെ 0 ആയി. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസിൻ്റെ റൈസിങ് എഡ്ജിൽ നമ്മുടെ ലാസ്റ്റ് ഇൻപുട്ട് ആയ 0, അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച 4-bit ഡാറ്റ MSB ഇതിൻ്റെ ഔട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ 0 ആയി. ഇവിടെ ഉണ്ടായ 1 ഇങ്ങോട്ട് വന്നു. ഈ 1 ഇങ്ങോട്ട് വന്നു. ഈ 1 ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 4 ബിറ്റ് ഇൻഫോർമേഷൻ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി നമ്മൾക്ക് ഡാറ്റ കംപ്ലീറ്റ്ലി റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സീരിയലായിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ 0, 1, 1, 1 വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ LSB ഇവിടെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ 4 ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ 4 ബിറ്റ് ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് വായിച്ചു. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള 3 ബിറ്റും കൂടെ റീഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എത്ര ക്ലോക്ക് പൾസ് കൊടുക്കണം? 3 ക്ലോക്ക് പൾസ് കൊടുക്കണം അല്ലേ? അപ്പോൾ അടുത്ത 5th ക്ലോക്ക് പൾസിൻ്റെ റൈസിങ് എഡ്ജിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഉണ്ടായ 1 ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരും. നമ്മൾ ആ ഔട്ട്പുട്ട് റീഡ് ചെയ്യാം. ഇനി ആ 1 വന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ 0 ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു 1 ഉണ്ട്. നമ്മുടെ LSB തൊട്ട് പുറത്തുള്ള 1 കൂടെ വായിച്ചു. ഇനി അടുത്ത 6th ക്ലോക്ക് പൾസിനേക്ക് നമ്മൾ ഈ 1നെ വായിക്കുന്നു. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലോക്ക് പൾസ് നമ്മുടെ MSB ആയ 0 ഇതിലേക്ക് വരും. ഈ ഔട്ട്പുട്ട് നമുക്കതിനെ റീഡ് ചെയ്യാം. അപ്പോൾ 4 ക്ലോക്ക് പൾസ് നമ്മൾക്ക് ഇൻപുട്ട് ചെയ്യാനും ആ ഡാറ്റ ഔട്ടിൽ നിന്ന് റീഡ് ചെയ്യാൻ 3 ക്ലോക്ക് പൾസും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ മൊത്തം 7 ക്ലോക്ക് പൾസ് നമുക്ക് കംപ്ലീറ്റ് പ്രോസസ്സിന് ആവശ്യമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഒരു ജനറൽ ഫോർമുല എന്ന് പറയുന്നത് n ക്ലോക്ക് പൾസ് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും n-1 ക്ലോക്ക് പൾസ് റീഡ് ചെയ്യാനാണ്. അപ്പോൾ ടോട്ടൽ ക്ലോക്ക് പൾസ് റിക്വയർഡ് എന്ന് പറയുന്നത് n + n-1 ആണ്. അതായത് 2n-1 ക്ലോക്ക് പൾസാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എല്ലാം 0, 0 ആണ്. ആദ്യത്തെ ക്ലോക്ക് പൾസ് നമ്മുടെ ഫസ്റ്റ് ഡാറ്റ ഇവിടെ വരുന്നു. ബാക്കിയെല്ലാം 0 ആണ്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് രണ്ടാമത്തെ ഡാറ്റ ഔട്ടിൽ വരുന്നു. ഇവിടെ ഉണ്ടായത് ഇങ്ങോട്ട് വന്നു. ബാക്കി 2 0 ആണ്. മൂന്നാമത്തെ 1 വരുമ്പോൾ ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് പുതിയ 1 ആണ്. ഇനി ലാസ്റ്റ് ക്ലോക്ക് പൾസ് നാലാമത്തെ ക്ലോക്ക് പൾസിലാണ്, ക്ലോക്ക് പൾസ് റൈസിങ് എഡ്ജിലാണ് 0, 1, 1. അപ്പോൾ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ ഇൻപുട്ടായിട്ട് വന്നു. ഇനി നമ്മൾ ആ ഫസ്റ്റ് ഈ നാലാമത്തെ ക്ലോക്ക് പൾസ് നമുക്ക് ഔട്ട്പുട്ടിൽ 1 അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബിറ്റ് റീഡ് ചെയ്തു. ഇനി ബാക്കി 3 ബിറ്റ് റീഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 3 ക്ലോക്ക് പൾസ് കൊടുക്കണം. കാരണം ഇവിടെ 5ാമത്തെ ക്ലോക്ക് പൾസ് എന്ത് ചെയ്യും? ഈ 1 ഔട്ടിലേക്ക് വരും. കാരണം Q4 വഴി മാത്രമേ, സീരിയലായിട്ടാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ Q4 വഴി മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത 5ാമത്തെ ക്ലോക്ക് പൾസിൽ ഈ 1 ഇവിടത്തേക്ക് വരും. അപ്പോൾ 0, 0, 1, 1 ആയി. ഇനി എഗെയിൻ 6th ക്ലോക്ക് പൾസിൽ ഈ 1 Q4 വരും. അത് നമ്മൾ റീഡ് ചെയ്യും. ഇനി നമുക്കൊരു 0 കൂടി നമ്മുടെ പെൻഡിങ് ഉണ്ട്. കാരണം 0, 1, 1 ആണ് നമ്മുടെ ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത്. 7th ക്ലോക്ക് പൾസിൽ ആ 0 കൂടി ഷിഫ്റ്റ് ചെയ്ത് Q4 വരുന്നതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ n ക്ലോക്ക് പൾസ് ഇൻപുട്ട് ചെയ്യാനും n-1 അതായത് 3 ക്ലോക്ക് പൾസ് കംപ്ലീറ്റ് ഡാറ്റ റീഡ് ചെയ്യാനും ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്കിംഗ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് ചെയ്യാം.
ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി റിക്വയർ n ക്ലോക്ക് പൾസ് ടു എൻ്റർ n ബിറ്റ് ഡാറ്റ. ഒരു n ബിറ്റ് ഇൻഫർമേഷനാണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് n ക്ലോക്ക് പൾസ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ n- ക്ലോക്ക് പൾസ് ആവശ്യമായിട്ടുണ്ട്. എന്തിനാണ്? നമുക്ക് n ബിറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൺസ് ഡാറ്റ ഈസ് റെഡ് ഇറ്റ് വിൽ ബി ലോസ്റ്റ്. നമ്മൾ ഒരു തവണ ഡാറ്റ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾക്ക് സീരിയലായിട്ടാണ് ഔട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ബിറ്റായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഓരോ ബിറ്റ് വായിക്കുമ്പോൾ നമുക്ക് തൊട്ട് അടുത്ത ബിറ്റ് വായിക്കണമെങ്കിൽ മുന്നേ വായിച്ച ബിറ്റിന് നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ഫൈനലായിട്ട് ഡാറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. അതായത് ബിറ്റ് ബൈ ബിറ്റാണ് നമ്മളുടെ ഡാറ്റ റീഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വൺസ് ഡാറ്റ ഈസ് റെഡ് ഇറ്റ് വിൽ ബി ലോസ്റ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, ഷിഫ്റ്റ് രജിസ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ഷിഫ്റ്റ് രജിസ്റ്റർ നോക്കാം. അതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സീരിയലായിട്ടാണ് ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നത്. പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ റീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സപ്പോസ് ഡാറ്റ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരിയലായിട്ടാണല്ലോ ഡാറ്റ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 0, 1, 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് റൈസിങ് എഡ്ജിലായിരിക്കും ആ 1 ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് Q1 ഔട്ട് കിട്ടും, ബാക്കിയെല്ലാം 0, 0 ആയിരിക്കും. ഇനി അഗെയിൻ അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ബിറ്റ് ഇതിനുള്ളിൽ കയറുക. അപ്പോൾ ഈ ഓൾറെഡി ഉണ്ടായ 1 ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഉണ്ടായ 0 ഇങ്ങോട്ട് വരുന്നു, ഇവിടത്തേക്ക് അടുത്ത 0 വരുന്നു. ഇനി നമ്മൾക്ക് 0, 1 കൂടെ പെൻഡിങ് ആണ്. അപ്പോൾ അഗെയിൻ 2 ക്ലോക്ക് പൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് അടുത്ത ക്ലോക്ക് പൾസ് 1 ഇവിടെ വരും, 1 ഇവിടെ വന്നു, ഇവിടെയും 1 വന്നു, ഇവിടെ 0 വന്നു. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസിലാകുമ്പോൾ നമുക്ക് ഇവിടെ 0, 1, 1, 1 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ 4 ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ ഇൻപുട്ട് ആവുകയും അതേ സമയത്ത് നമ്മൾക്ക് ഔട്ട്പുട്ട് റെഡിലി അവൈലബിളുമാണ്. അതായത് ഇപ്പോൾ 4 ബിറ്റ് ഇൻഫർമേഷനാണ് നമുക്ക് ഡാറ്റ ഷിഫ്റ്റ് രജിസ്റ്ററിൽ കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ എൻ്റർ ആവുകയും അതേ സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഈ 4 ബിറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടും വരുന്നുണ്ട്. മുന്നേ നമ്മൾ സീരിയലായിട്ട് ഔട്ട് എടുക്കുന്നതുകൊണ്ടാണ് എഗെയിൻ 3 ക്ലോക്ക് പൾസിൻ്റെ ആവശ്യം വന്നിട്ടുള്ളത്. ഇവിടെ പാരലായിട്ട് നമ്മൾ ഡാറ്റ എടുക്കുന്നതുകൊണ്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഡാറ്റ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തം പ്രോസസ്സ് ചെയ്യാൻ നമുക്കാകെ, അതായത് ഡാറ്റ എൻ്റർ ചെയ്യാനും അതേപോലെ റീഡ് ചെയ്യാനും കൂടെ നമുക്ക് 4 ക്ലോക്ക് പൾസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇൻ കേസ് ഓഫ് 4 ബിറ്റ് ഡാറ്റ ആണെങ്കിൽ. അപ്പോൾ n ബിറ്റ് ആണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ നമുക്ക് n ക്ലോക്ക് പൾസ് മാത്രമേ ഇവിടെ റിക്വയർഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. Once data is stored after 4 clock pulse, in case of 4 bit serial in parallel out, each bit appears on its respective outlines and all bits are available simultaneously. ഇപ്പോൾ ഒരു അഡീഷണൽ ക്ലോക്ക് പൾസ് നമുക്ക് പിന്നെ റീഡ് ചെയ്യാനും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ സെയിം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ. അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സിസോയിൽ വൺസ് ഡാറ്റ ഇസ് റെഡ് ഇറ്റ് വിൽ ബി ലോസ്റ്റ് ആണ്. ബട്ട് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഡാറ്റ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ മറ്റേതിൽ സീൽ ഔട്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻഫർമേഷൻ എടുക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിലി 4 ബിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ റീഡ് ഓപ്പറേഷനും ആ ഡാറ്റ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ് സീരിയൽ ഔട്ടും സീരിയൽ ഇൻ പാരലൽ ഔട്ടും തമ്മിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഇൻ പാരലൽ ഔട്ടാണ്. അതുപോലെ തന്നെ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.